ഈ വീഡിയോയിൽ എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് ചിരിയാണ് വരുന്നത്. എനിക്ക് ചിരി വിഷമെല്ലാം വരുന്നുണ്ട്. കാരണം ഞാൻ വലിയ കാര്യത്തിൽ മൈക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മൈക്ക് ഓൺ ചെയ്യാനായിട്ട് മറന്നുപോയി. വീഡിയോൻ്റെ ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ മൈക്കിൽ ഉള്ള ശബ്ദമില്ല. പിന്നീട് അങ്ങോട്ട് എന്തോ ഭാഗ്യത്തിന് ഞാൻ മൈക്ക് ഓൺ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. മൈക്ക് ഓൺ ചെയ്തപ്പോഴും ഞാൻ ചിന്തിച്ചില്ല, നേരത്തെ ഓൺ ചെയ്തിട്ടില്ലായിരുന്നല്ലോ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഇപ്പം എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് ഞാനത് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് അധികം വൈകി എഴുന്നേറ്റൊരു ദിവസമാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് കയറി കാണണേ. അപ്പോൾ ഇന്ന് നമ്മൾ വൈകി എഴുന്നേറ്റതിൻ്റെ ഭാഗമായിട്ട് തലേന്ന് ഉണ്ടാക്കിയ ബിരിയാണി ഒന്ന് ആവി കയറ്റി ഇടിക്കും. പിന്നെ ബിരിയാണി അത്യാവശ്യം ഹെൽത്തി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയേക്കണേ, അതായത് എണ്ണയൊന്നും യൂസ് ചെയ്യാതെയാണ്. അപ്പോൾ ബിരിയാണിയുടെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് കുറച്ച് മുട്ട പുഴുങ്ങിയെടുക്കണം. അതുപോലെ തന്നെ ഞാൻ പുതിയൊരു സാധനം മേടിച്ചിട്ടുണ്ട്, ഹപ്പളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പടം പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹപ്പളം വറുത്ത് അതുപോലെ തന്നെ മുട്ടയൊക്കെ പുഴുങ്ങി നമ്മൾ ഈ സൂപ്പർ ബിരിയാണി കഴിക്കാൻ പോവുകയാണ്. ഇതാണ് കേട്ടോ ബിരിയാണിയുടെ ഒരു ലുക്ക്. നോക്ക് ഗൈസ്, ആവി പറക്കുന്ന ബിരിയാണി. എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ, ഞാൻ കുറച്ച് നേരത്തെ കഴിച്ചുള്ളൂ, പക്ഷേ എനിക്കിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ കണ്ടിട്ട് കൊതിയാവണം. അപ്പോൾ ഈ ചീരക്കറി 2-3 ദിവസം മുന്നത്തെ ആട്ടോ. അപ്പോൾ അതെടുത്ത് കളയണം. കാരണം ചീര ചൂടാക്കി ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ വീട്ടിലെ അരി തീർന്നിരിക്കുകയാണ്. ഐ മീൻ ചോറ്, നമ്മൾ ചോറായിട്ട് കഴിക്കുന്ന അരിയില്ലേ, അത് തീർന്നു. അപ്പം ഇനി അത് മേടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ ഞാൻ ചീര അതിൻ്റെ കൂടെ കഴിക്കുള്ളൂ. നമുക്ക് ഈ ബസ്മതി റൈസിൻ്റെ കൂടെ ചീര കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം മുട്ട പുഴുങ്ങാൻ 2 വെച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ ഒരു മുട്ട പുഴുങ്ങിയത് മതി. പക്ഷേ പ്രോട്ടീൻ കൂടുതലാക്കാൻ വേണ്ടി ഞാൻ 2 പുഴുങ്ങാൻ വെച്ചിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഇതാണ് നമ്മുടെ ഹപ്പളം. അപ്പോൾ ഹപ്പളം വറുക്കാൻ പോവുകയാണ്. ഞാൻ എയർ ഫ്രയറിലാട്ടോ എപ്പോഴും മറ്റേ നമ്മുടെ ഈ ഫ്രൈംസ് ആണെങ്കിലും പപ്പടമാണെങ്കിലൊക്കെ വറുക്കാറ്. പക്ഷേ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എയർ ഫ്രയറിൽ വെച്ച് നോക്കിയപ്പോൾ ശരിക്കും അങ്ങോട്ട് വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈ കുഞ്ഞി പാത്രത്തിൽ നമുക്ക് പപ്പടം വറുത്തെടുക്കാമെന്ന്. പക്ഷേ ഈ പാത്രം കുറച്ച് റിസ്ക്കാണ്, സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് വീഴും. ഞാൻ ഒരു കയ്യിൽ ഫോം പിടിച്ചിട്ടാണ് പപ്പടം വറുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പാത്രം കത്തിക്കാം, ഐ മീൻ സ്റ്റൗ കത്തിക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച് പണികളിലൊക്കെ നിൽക്കുക. അപ്പം ഇന്നത്തെ ദിവസം ഞാൻ അത് മാത്രമേ കഴിച്ചുള്ളൂ. ഒമാഡാണെന്ന് വേണമെങ്കിൽ പറയാം, 1 മീൽ എ ഡേ എന്ന പോലെയാണ് ഞാനത് കഴിച്ചത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നമുക്ക് നല്ലതാട്ടോ, നമുക്ക് ബ്ലോട്ടിംഗ് ഒന്നും ഉണ്ടാക്കില്ല. വെളിച്ചെണ്ണ ഗുഡ് ഫാറ്റാണ്. അപ്പം നമുക്ക് ഹപ്പളം വറുത്തെടുക്കാം. പിന്നെ അവിടെ മഴയുണ്ടോ ഗൈസ് നിങ്ങളുടെയൊക്കെ നാട്ടിൽ? ഇവിടെ എപ്പോഴും മഴയാണ്. എനിക്ക് ഇന്ന് മുടക്കുള്ള ദിവസമായിരുന്നു. ഈ മുടക്കുള്ള ദിവസം മഴയും കൂടെ വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ സംഭവം ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ തോന്നില്ല. രണ്ടാമത്തെ സംഭവം ഭയങ്കര ക്രേവിങ്സാണ്, അത് കഴിക്കണം ഇത് കഴിക്കണം എന്നൊക്കെ തോന്നും. അപ്പോൾ ഞാൻ ചീര എടുത്ത് കളയാം കേട്ടോ. കുറച്ച് പാത്രങ്ങൾ എനിക്ക് കഴുകി വെക്കേണ്ട. അപ്പോൾ എന്തായാലും ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാം കൂടെ കഴുകാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പരിപ്പ് വട കഴിക്കാൻ തോന്നും, പൂരി മസാല കഴിക്കാൻ തോന്നും, ചക്ക ഉപ്പേരി കഴിക്കാൻ തോന്നും. ഞങ്ങൾ തൃശ്ശൂർ ഉപ്പേരി എന്നാണ് പറയുക. ചക്ക അങ്ങനെ മുളകൊക്കെ ഇട്ടുണ്ടാക്കുന്നൊരു സംഭവം. അയ്യോ, അതുപോലെ തന്നെ എനിക്ക് കട്ടൻ ചായ കുടിക്കാൻ ഇടയ്ക്കിടയ്ക്ക് തോന്നും. അങ്ങനെ ഭയങ്കര കൊതിയാണ് ഈ മഴക്കാലം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. മാക്സിമം ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ഞാൻ നോക്കും. അതായത് നമ്മൾ വെയിറ്റ് ലോസ് നടന്നില്ലെങ്കിലും വെയിറ്റ് ഗെയിനെങ്കിലും നടക്കാതെ പോകാനായിട്ടുള്ളതെങ്കിലും ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ മുന്നേയൊക്കെ ടെറസിൻ്റെ മുകളിൽ ഒരു 1 അവർ നടക്കുമായിരുന്നു. ഇപ്പം അതും പറ്റില്ല, കാരണം ടെറസൊക്കെ ഫുള്ള് നനഞ്ഞ് എനിക്ക് തോന്നുന്നു വഴുക്കലൊക്കെ ആയിട്ട് കിടക്കുക എന്തോ ആണ്. മഴയാണ് ഇപ്പോഴും. അപ്പം നമ്മൾ ഹപ്പളം വറുത്തെടുക്കുകയാണ്. ഈ ഹപ്പളം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ പപ്പടം പോലെയല്ല, കുറച്ചും കൂടെ ഒരു ഫ്ലേവർ ഉണ്ട്. സാധാരണ രീതിയിൽ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാട്ടോ ഞാൻ മൈക്ക് യൂസ് ചെയ്യാറുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ ഫുള്ളായിട്ട് മൈക്ക് യൂസ് ചെയ്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തേ. പക്ഷെ മൈക്ക് ഓണാക്കാൻ മറന്നുപോയി. സാരമില്ല, ശീലമില്ലാത്തതുകൊണ്ടാണ്. ഇനി അടുത്തോട്ടെ ശരിയാക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പപ്പടം വറുക്കുന്ന സൗണ്ടൊക്കെ കറക്റ്റ് കിട്ടായിരുന്നു. പപ്പടം എന്തേ ഒറ്റ കയ്യിലുള്ള പരിപാടി കൊണ്ട് താഴേക്ക് പോയി. ഞാനതെങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തു. അടുത്ത പപ്പടം വറക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. അതായത് ഞാൻ വലത്ത് കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ഇടത്ത് കൈ കൊണ്ടാണ് ഈ തീയിൻ്റെ അടുത്ത് നിന്ന് കളിക്കുന്നത്. ഓക്കെ, അടുത്ത പപ്പടം ഇട്ടു. പക്ഷേ ഈ ഹപ്പളത്തിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചുരുണ്ട് വരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല, അതിങ്ങനെ ചുരുണ്ട് പോവുക. ഇനി സാധാ പപ്പടം വറക്കുമ്പോൾ ഇങ്ങനെ ചുരുളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ അതെങ്ങനെയെങ്കിലൊക്കെ ഒരു സ്പൂൺ വെച്ച് ഇടത് കൈ വെച്ച് നിവർത്തി അതിനൊരു കറക്റ്റ് കോലത്തിലോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
പിന്നെന്താ പറയുക, ഞാൻ ആ ടൈമിൽ എന്തൊക്കെയോ സംസാരിച്ചിരുന്നു മൈക്കിൽ. അത് ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഞാൻ. പക്ഷെ ഇപ്പം എനിക്കൊന്നും പറയാൻ വരുന്നില്ല. കഷ്ടമായിപ്പോയി മൈക്ക് ഓഫായി പോയത്. പിന്നെ ഇന്ന് നമ്മുടെ പെരുന്നാളിൻ്റെ മുടക്കാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഷൂട്ടും ഇല്ല, കോടതിയിൽ പോകേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ പോലെ ഞാൻ വളരെ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇന്ന് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ റൂംമേറ്റ് ഇല്ല, ആൾ മുസ്ലിമാണ്. അപ്പം അതുകൊണ്ട് ആൾ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് തലേന്ന് തന്നെ പോയി നാട്ടിലോട്ട്. ഇനി പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് കഴിക്കാൻ കൊണ്ടുവരുമായിരിക്കും. അങ്ങനെ കൊണ്ടുവരുവാണെങ്കിൽ ഞാനത് വീഡിയോയിൽ കാണിക്കാം. അവൾ ഈ വീഡിയോ കണ്ടിട്ടെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനി നെക്സ്റ്റ് വീഡിയോ മുതൽ നമുക്ക് എങ്ങനെയോ എൻ്റെ മൈക്ക് ഓൺ ആയിട്ടുണ്ട്, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ ലൈവായിട്ടുള്ള വോയിസ് കേൾക്കാം. നമ്മുടെ സാധാ പപ്പടത്തിനെക്കാട്ടിലും നല്ല ഫ്ലേവർഫുള്ളാണ്, നല്ല ടേസ്റ്റുണ്ട്. ഇതാട്ടോ എൻ്റെ പ്ലേറ്റ്. അതായത് നല്ല തൈരുണ്ട്, 2 മുട്ട എടുത്തത്. എനിക്ക് 2 മുട്ട കഴിക്കാൻ ആഗ്രഹം കൂടിയിട്ടല്ല, പക്ഷേ പ്രോട്ടീനായിരിക്കണം നമുക്ക് എപ്പോഴും കൂടുതലായിട്ട് വേണ്ടത്. അപ്പം ഇതിലിപ്പോൾ കാണാൻ കാർബ് അത്യാവശ്യമുണ്ട്, പക്ഷേ ഈ ഹെൽത്തി ആയിട്ടുള്ളൊരു ബിരിയാണി അത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എണ്ണ യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ചിക്കൻ വരുന്നുണ്ട്, ചിക്കൻ പ്രോട്ടീനാണ്, ഇത് പ്രോട്ടീനാണ്. ഇതാണെങ്കിലും തൈരാണെങ്കിലും നമുക്ക് ഹെൽത്തിന് നല്ലതാണ്. പിന്നെ ഈ പപ്പടം ഞാൻ എയർ ഫ്രൈ ആണ് സാധാ ചെയ്യാറ്, പക്ഷേ എയർ ഫ്രൈ ചെയ്തപ്പോൾ ഇതൊരു ടേസ്റ്റ് കിട്ടിയില്ല ഈ പപ്പടം. അപ്പോൾ ഞാനൊന്ന് വറുത്തെടുത്തു. അപ്പോൾ വറുത്തെടുത്തതാണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഗുഡ് ഫാറ്റാണ്, അതുകൊണ്ട് അത്ര പ്രശ്നമില്ല. പക്ഷേ ഇത് നമുക്ക് മൊത്തത്തിൽ കുറച്ച് കാലറി ഉള്ള ഫുഡാണ്, എന്നാലും നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. കാരണം നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ഫസ്റ്റ് മീലാണ്, അതും വൈകിട്ട് 6 മണിക്ക്. ആഹാ, എനിക്ക് എല്ലുള്ള പീസാട്ടോ ഇഷ്ടം. നല്ല എല്ലിലത്തെ ഇറച്ചിയാണ് എനിക്കിഷ്ടം. മുട്ടയൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. ഇച്ചിരി അച്ചാറുണ്ട്, അച്ചാർ തീർന്നു, മേടിക്കണം. ആഹാ, എനിക്ക് ഫുഡ് കഴിക്കണേൽ എപ്പോഴും കാണാനിഷ്ടം ആഹാരം ഫുഡ് കഴിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ തോന്നും, നല്ല എൻജോയ് ചെയ്താൽ ഫുഡ് കഴിക്കുന്നത്. പക്ഷെ ഒരു വ്യത്യാസമുള്ളൂ, ഞാനങ്ങനെ പുറത്തത്തെ ഫുഡ് അങ്ങനെ കഴിക്കാറില്ല, ഞാൻ തന്നെ കുക്ക് ചെയ്ത് കഴിക്കാനാണ് എനിക്കിഷ്ടം. അവർക്ക് കുക്കിംഗ് അറിയില്ല എന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് അവർ കഴിക്കുന്ന രീതി ഭയങ്കര ഇഷ്ടമാണ്. തൈര് ഞാൻ വീട്ടിൽ ഉറവിച്ചുണ്ടാക്കിയതാണ്, അതുകൊണ്ട് കൊള്ളാം. കട്ടൻ കാപ്പി കുടിക്കാം. സെയിം ഫുഡിനെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടും അൺഹെൽത്തി ആയിട്ടും കഴിക്കാം. ഇപ്പം ഞാൻ കട്ടൻ കാപ്പി ഉണ്ടാക്കി, പക്ഷെ അതിലിട്ടിരിക്കുന്ന ഷുഗർ മോങ്ക് ഫ്രൂട്ടിൻ്റെ ഷുഗറാണ്, സാധാ നമ്മുടെ ഷുഗറല്ല. അപ്പം അതുകൊണ്ട് അത് ഹെൽത്തിയാണ്. മുട്ടയൊക്കെ നല്ലോണം കഴിക്കാം. സമയം ഒരു 6:30 ആവാറായി. ഇരുട്ടായി തുടങ്ങി, വെളിച്ചം കുറഞ്ഞു തുടങ്ങിയില്ലേ.
നിങ്ങൾ ഈ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കണ്ട, ഒറ്റയ്ക്ക് കുക്ക് ചെയ്യാൻ പഠിക്കും. സ്വയം കുക്ക് ചെയ്ത് ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്ത് നല്ല ടേസ്റ്റിൽ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റും. ഒരുപാട് പൈസയും നമുക്ക് ലാഭിക്കാം. കാരണം നമ്മളൊരു ബിരിയാണി ഓർഡർ ചെയ്യണമെങ്കിൽ എന്തായാലും ഇവിടെ ഒരു 10-200 രൂപയെങ്കിലും കൊടുക്കണം. 200 രൂപയ്ക്ക് നമുക്ക് ബാക്കി സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ എത്രയോ വട്ടം ഇതുപോലെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം അല്ലേ.